ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ കൂട്ടുകാരെ? ഞാനിന്നിവിടെ സിമ്പിളായിട്ട് ഉള്ളൊരു ഡിഷ് ചെയ്യണേ. മുട്ടയും ചോറും ഉണ്ടെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ടുള്ളത് ചെയ്യാം. ഒരു തക്കാളി 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ട് ലേശം ഉപ്പിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കാം. ചെറു തീയിൽ ഒന്ന് വെച്ചിട്ട് മൂടി കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് ഒരു 2 മിനിറ്റോളം വെയിറ്റ് ചെയ്യാം. എന്നിട്ടൊന്ന് നല്ലോണം ഇളക്കി കൊടുത്ത് അതൊന്ന് ഒതുങ്ങി വന്നതിന് ശേഷം മുട്ട പൊട്ടിച്ചത് ലേശം ഉപ്പിട്ടാണ് ഞാൻ ഇതാക്കിയിട്ടുള്ളത്. അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കുഴക്കി ഇതാക്കാം. ലേശം മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂണ് മുളകും പൊടിയും. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് നിങ്ങൾ അളവിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ 1/2 ടീസ്പൂണ് മുളക് പൊടി എടുത്തിട്ടുള്ളത്. ഞാൻ മാഗിയാണ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാണ് വന്ന് നിൽക്കണില്ലേ ഓരോരുത്തരുടെ അടുത്ത്. അവരെ വിചാരം ഞാൻ മാഗി ഉണ്ടാക്കുകയാണെന്ന് വിചാരിച്ചിട്ടാണ് നിൽക്കുന്നത്. അവിടെ കൈയ്യൊട്ടും പാട്ടൊക്കെ തുടങ്ങുന്നുണ്ട്. എല്ലാവരും നല്ല ആവേശത്തിലാണ്. അതിൽ ഒരാളും കൂടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇതാണ് ഞങ്ങളുടെ വീട്ടിലെ മൂത്ത കുട്ടി. അത് രണ്ടാമത്തേത്, നിൽക്കുന്ന മൂന്നാമത്, നാലാമത് ഒരാൾ തൊട്ടിയിലുമുണ്ട്. അങ്ങനെ 5 മക്കളാണ് ഞങ്ങളുടെ വീട്ടിലുള്ളത്. നല്ല വഴറ്റി കൊടുത്തിട്ട് നല്ലൊന്ന് ഒതുങ്ങി വന്നതിന് ശേഷം ഞാനൊരു പ്ലേറ്റ് ചോറാണ് എടുത്തിട്ടുള്ളത്. മട്ടയരിൻ്റെ ചോറാണ്. നിങ്ങൾക്ക് ഏതാണോ താല്പര്യമുള്ള ആ ചോറെടുത്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറഞ്ഞു തരണില്ല. എനിക്കറിയാവുന്നത് പോലെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഡിഷൊന്ന് ചെയ്ത് നോക്കൂ. നന്നായിട്ട് ശരിയായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇനിയെല്ലാം ഇവർ തിന്നിട്ട് ഇവരെന്താ അഭിപ്രായം പറയണമെന്നറിയില്ല. ഇതാണ് ഞങ്ങൾ ഷെഫ്. അപ്പോൾ മുട്ടച്ചോറ് റെഡി. ഇനി അത് പ്ലേറ്റിലോട്ട് മാറ്റി വെച്ച് അവർക്ക് കഴിക്കാൻ കൊടുക്കണം.